തിളക്കം 2026 വിദ്യാഭ്യാസ മികവിന് ആദരവുമായി പയ്യന്നൂർ നഗരസഭ. SSLC +2 ഫുൾ A+ വിജയികൾക്കും 100% വിജയം നേടിയ സ്കൂളുകൾക്കും അനുമോദനം ഏർപ്പെടുത്തി. ചടങ്ങിൽ പി വിഷ്ണുരാജ് IAS കണ്ണൂർ ജില്ലാ കളക്ടർ ഉദ്ഘാടനം നിർവഹിച്ചു. ലോകത്തിൽ 2 തരം ആൾക്കാരാണുള്ളത്. ഒന്ന് എന്നെ പോലുള്ളവരും ഒന്ന് നിന്നെ പോലുള്ളവരും. ചിലര് ഇവിടെ ഇങ്ങനെ ചെന്നിരുന്നു കഴിഞ്ഞാൽ വേറെ ഒന്നും നോക്കൂല, അവിടെ ഇരിക്കും. അവിടെ ഇരുന്ന് സ്വന്തം കാര്യത്തിൽ ഇങ്ങനെ സ്വന്തം ചിന്തകളിൽ വ്യാപൃതരായി വേറെ കാര്യങ്ങളൊന്നും ട്രൈ നോക്കുന്നത്, പുതിയതൊന്നും എക്സ്പ്ലോർ ചെയ്യാതെ. പിന്നെയുള്ളത് നിന്നെ പോലുള്ള ആൾക്കാർ. നിങ്ങൾ തന്നെ നല്ല മാർക്ക് നേടിയിട്ടുള്ളവരെ പോലെ തന്നെ അതേ റെസീലിയൻസ്, അതേ പെർസീവറൻസ്, അതേ ഡെഡിക്കേഷൻ കൊടുത്തുള്ള പലരും പ്രതീക്ഷിച്ച മാർക്ക് കിട്ടാത്തവർ, ഈ ഹോളിൻ്റെ അകത്ത് കടന്നു വരാൻ പറ്റാത്തവർ നിങ്ങൾക്കറിയാവുന്ന ആൾക്കാർ തന്നെ ഉണ്ടായിരിക്കും. നിങ്ങൾ തന്നെ പ്രതീക്ഷിച്ചിട്ടുള്ള ഈ കുട്ടി ഞാൻ പ്രതീക്ഷിച്ചതാണ്, അല്ലെങ്കിൽ അവന് അല്ലെങ്കിൽ അവൾക്ക് നല്ല മാർക്ക് കിട്ടുന്നു, അവർക്കും കടന്നു വരാൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ റെസീലിയൻസ് ഒരു കാര്യമാണ്, ആ പെർസീവറൻസ് ഒരു കാര്യമാണ്. കൃത്യമായിട്ടുള്ള ഡയറക്ഷനിൽ പഠിച്ച് എക്സാം ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ പെർഫോമൻസ് ഔട്ട്പുട്ട് കൊടുത്ത്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ മാർക്ക് വന്നിരിക്കുന്നത്. പിന്നെ കുറച്ച് ചാൻസസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു കോമ്പിനേഷനാണ് നിങ്ങളിവിടെ എത്തിയിരിക്കുന്ന, നിങ്ങളിവിടെ എത്താൻ കാരണക്കാരായിട്ടുള്ള നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സർട്ടിഫിക്കറ്റ്സ്, കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ്സ്. അപ്പോൾ അത് കിട്ടാത്ത അല്ലെങ്കിൽ ഒരു സാധ്യത ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ 10ാം ക്ലാസ് പഠിച്ച് എനിക്കന്ന് 9 A+. അപ്പോൾ 9 A ഒരു A ആ സമയത്ത്. അപ്പോൾ 9 A ഒരു A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോളം എത്തി എന്ന ഈ പടിയുടെ പ്രതി കയറാൻ പറ്റില്ല. കാര്യം പ്രത്യേകിച്ച് സമ്മാനങ്ങളൊന്നും കിട്ടില്ല 9 A അല്ലേ, സ്വാഭാവികമായിട്ട് അങ്ങനെയാണ്. 10 A മാത്രമേ ഉള്ളൂ സമ്മാനം. അന്ന് ഞാൻ പഠിച്ച സ്കൂളിൽ ഒരു കാര്യം ചെയ്തു, അന്ന് 9 A കൂടി വിളിച്ച് സമ്മാനം കൊടുത്തു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അന്ന് ആ ഒരു A+ കുറഞ്ഞതിൻ്റെ പേരിൽ, സമ്മാനം കിട്ടാതിരുന്നതിൻ്റെ പേരിൽ ഒരു പക്ഷേ എനിക്കൊരു കുഞ്ഞൊരു കളക്ഷൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ കിട്ടുന്ന ഓരോരോ സാധനങ്ങൾ, മത്സരങ്ങളിൽ കിട്ടുന്ന ഇതുപോലെ ട്രോഫീസൊക്കെ ഇങ്ങനെ കൊണ്ടുവയ്ക്കുന്ന. അത് നിറഞ്ഞില്ലല്ലോ, അതിലേക്കൊന്നും വന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. ഓഫ് കോഴ്സ് മാർക്ക് കിട്ടാത്തതിലുള്ളൊരു വിഷമം. അപ്പോൾ അന്ന് തീരുമാനിച്ച് ഇനി അടുത്ത ഇതിൽ പോകുമ്പോൾ +1 +2 പോകുമ്പോൾ എനിക്ക് ഫുൾ A+ കിട്ടിയേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ പോയി. എനിക്ക് +2 ഫുൾ A+ കിട്ടി, കുറച്ച് സമ്മാനമൊക്കെ കിട്ടി. അപ്പോൾ അതൊരു കോമ്പറ്റീഷൻ സ്പിരിറ്റ് ഉള്ളിലുണ്ട്. നമുക്ക് എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് കോമ്പറ്റീഷൻ സ്പിരിറ്റ്. ആ കോമ്പറ്റീഷൻ സ്പിരിറ്റ് മോശമാവുന്ന ഒരു കാരണവശാലും വിചാരിക്കരുത്. ഷുഡ് ബി വെരി കോമ്പറ്റേറ്റീവ് ഇൻ ലൈഫ്. ഒരു ഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷനിൽ എപ്പോഴും നിങ്ങൾ ടേക്ക് പാർട്ട് ചെയ്യണം. അങ്ങനെ ആയിരുന്നാലാണ് നേരത്തെ പറഞ്ഞ ഇത് നടക്കുള്ളൂ, അപ്ഡേഷൻ നടക്കുള്ളൂ. എനിക്കറിയാവുന്ന എൻ്റെ ഒരു സുഹൃത്ത് ഫ്ലൈറ്റിൽ ഇങ്ങനെ യാത്ര ചെയ്യാൻ വേണ്ടി ചെന്നിരുന്നു. ചെക്കിൻ എല്ലാം കഴിഞ്ഞ് നേരത്തെ തന്നെ എത്തി ഫ്ലൈറ്റിൽ കയറിയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വളരെ സീനിയർ ആയിട്ടുള്ളൊരു ഉദ്യോഗസ്ഥൻ തന്നെയാണ്. അപ്പോൾ പുള്ളി പറഞ്ഞിട്ടുള്ളൊരു കഥയാണ് എന്നോട്, ഇതെൻ്റെ സുഹൃത്തിനോട് പറഞ്ഞിട്ടുള്ള കഥ. അപ്പോൾ ഇവൻ അവിടെ കയറിയിരുന്ന ശേഷം നേരെ വന്നിരുന്നപ്പോൾ, നിങ്ങൾ ട്രാവൽ ചെയ്തുള്ളവർക്കറിയാം, മുമ്പിലിരിക്കുന്ന സീറ്റിൻ്റെ പുറകിലൊരു ട്രേ ഉണ്ടായിരിക്കും, അതിൽ കുറച്ച് മാഗസീൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അവിടെ ഈ ഫോറിൻ ട്രാവൽ ആണെന്നുണ്ടെങ്കിൽ അതിലേക്കൊരു കുത്തുന്ന പ്ലഗ് ഉണ്ടായിരിക്കും, അതിൽ ഇയർഫോണൊക്കെ ഉണ്ടായിരിക്കും. ഒരുപാട് കുറച്ച് ഇങ്ങനെ സജ്ജീകരണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കാനുള്ളതാണ്. അപ്പോൾ ഇവൻ കയറിയ പാടെ ഇരുന്ന് ഇതിൽ കണക്ട് ചെയ്യാൻ നോക്കുന്നു, കുത്തുന്നു, പേപ്പർ എടുത്ത് വായിക്കുന്നു, ട്രേ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നു, ട്രേയുടെ ഒരു അഡീഷണൽ എക്സ്റ്റൻഷൻ എടുത്ത് നോക്കുന്നു, എന്തൊക്കെയാണ് ഇവിടെ നന്നായിരിക്കും നോക്കുന്നു. ട്രാവൽ എല്ലാം കഴിഞ്ഞ് ഇറങ്ങാൻ നിൽക്കുന്ന നേരത്ത് ഇവർ തമ്മിൽ സംസാരിച്ചപ്പോൾ ഈ ഭയങ്കര സീനിയർ ആയിട്ടുള്ളൊരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഇവനോട് ഒരു ഒറ്റ കാര്യം പറഞ്ഞു, എടാ, ലോകത്തിൽ 2 തരം ആൾക്കാരാണുള്ളത്. ഒന്ന് എന്നെ പോലുള്ളവരും ഒന്ന് നിന്നെ പോലുള്ളവരും. ചിലര് ഇവിടെ ഇങ്ങനെ ചെന്നിരുന്നു കഴിഞ്ഞാൽ വേറെ ഒന്നും നോക്കൂല, അവിടെ ഇരിക്കും. അവിടെ ഇരുന്ന് സ്വന്തം കാര്യത്തിൽ ഇങ്ങനെ സ്വന്തം ചിന്തകളിൽ വ്യാപൃതരായി വേറെ കാര്യങ്ങളൊന്നും ട്രൈ നോക്കുന്നത്, പുതിയതൊന്നും എക്സ്പ്ലോർ ചെയ്യാതെ. പിന്നെയുള്ളത് നിന്നെ പോലുള്ള ആൾക്കാർ ഫുൾ എക്സ്പ്ലോർ ചെയ്ത് ആ ഇരുന്നിരിപ്പിൽ എന്തൊക്കെയാണ് അവിടെ ഉള്ളത്, എന്തൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഇതൊരു അനാലിസിസ് മാത്രമാണ്. ഇതിൽ ആര് ശരി ആര് തെറ്റെന്നൊന്നുമില്ല. 2 രീതിയിൽ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ ചുരുങ്ങി നമുക്ക് സംതൃപ്തി അടഞ്ഞിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. എക്സ്പ്ലോർ ചെയ്യുമ്പോഴുള്ള പ്രശ്നം വളരെ സേഫ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്യണം. അതിനുള്ള എല്ലാ അവന്യൂസും നമ്മുടെയൊക്കെ മുമ്പിലുണ്ട്, നിങ്ങളുടെയൊക്കെ മുമ്പിൽ പ്രത്യേകിച്ചുമുണ്ട്. ഇനി ഈ ഒരു പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഏത് ഡയറക്ഷനിലേക്ക് പോകണം എന്നുള്ളത്, ഏത് കോഴ്സ് എടുക്കണം എന്നുള്ളത്, എന്ത് ട്രേഡിലേക്ക് നിങ്ങൾ നീങ്ങണം എന്നുള്ളത്. ഒരൊറ്റ കാര്യമേ ഉള്ളൂ, മറ്റുള്ളവരുടെ ഒരു ഫോഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എടുക്കരുത്. എടുത്താൽ തന്നെയും അതിലൊരു 100% കൺവിക്ഷൻ വേണം. എന്തുകൊണ്ട് ഞാൻ ഈ കോഴ്സ് എടുത്തു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ഈ ഒരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നു, അതിന് നിങ്ങൾക്കൊരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവില്ല, റിഗ്രറ്റ് ഉണ്ടാവില്ല പിന്നീട് ഒരിക്കലും. ഒരു കാരണവശാലും നിങ്ങളിപ്പോൾ ഇപ്പം എല്ലാവരും ഒരു ഡേ ഇൻ ഡേ ഔട്ട് പഠിച്ചിട്ടുള്ള ആൾക്കാരാണ് പരീക്ഷയ്ക്ക് വേണ്ടി. രാവിലെ എണീക്കുന്നു, ഉച്ചവരെ പഠിക്കുന്നു, വൈകുന്നേരം വരെ പഠിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ശനി ഞായർ നിങ്ങളൊന്ന് റിലാക്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഗിൽറ്റ് ഫീലിംഗ് വരാറില്ലേ, തോന്നാറില്ലേ? പഠിച്ചില്ലല്ലോ, ഞാൻ സമയം പാഴാക്കി കളഞ്ഞല്ലോ.
ആ ഗിൽട്ട് ഫീലിങ്ങോട് കൂടി പരീക്ഷ എഴുതി കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടാറുണ്ടോ? നമുക്ക് ഭയങ്കര കുറച്ചുകൂടി കൂടുതൽ ഗിൽട്ട് കൂടുന്നല്ലാതെ ഒന്നും വരാറില്ല. അതില്ലാതിരിക്കുക എന്നുള്ളതാണ് ഒരു പരീക്ഷയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രിപ്പറേഷൻ. അതായത് ഞാൻ സമയം പാഴാക്കിയിട്ടില്ല, ഞാൻ കൊടുത്ത സമയം 100% കൊടുത്തതാണ്. ഇതിലൊരൊറ്റ പോയിന്റേ ഉള്ളൂ, നമ്മൾ സമയം മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ അതിന് 100% സിൻസിയർ ആയിരിക്കാം. നമ്മൾ വേറെ ആരൊക്കെ പറ്റിക്കാൻ പറ്റും, പക്ഷെ നമ്മളെ പറ്റിക്കാൻ പറ്റില്ല ഒരിക്കലും. നമുക്കറിയാം നമ്മൾ ആ തെറ്റ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഓൺലി പ്രിപ്പറേഷനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്, അല്ലെങ്കിൽ പഠനത്തെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. ഇനി അത് മാത്രമല്ല, സമയം മാറ്റി വയ്ക്കാൻ പറഞ്ഞു. ഈ അടുത്ത് കുറച്ചാൾ മുമ്പ് എൻ്റെ അടുത്തൊരു ഒരാളെ കാണാൻ വന്നിരുന്നു. ആളുടെ മകൻ കുറച്ച് ഗെയിംസ് ഒക്കെ കളിച്ച് അതിൽ ഭയങ്കര അഡിക്റ്റ് ആണ്, അതിൽ ഒരുപാട് സമയം കളയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അവന് പറഞ്ഞു കൊടുക്കാനായിട്ട് പ്രത്യേകിച്ച് അഡ്വൈസ് ഒന്നുമില്ല, ബിക്കോസ് ഞാൻ അതിലൂടെ കടന്നു പോയിട്ടില്ല. പണ്ട് പഞ്ചസാര തിന്നുന്നത് കൂടിപ്പോയ കാര്യത്തിന് ഒരു ഗുരുവിൻ്റെ അടുത്ത് മകൻ ഉപദേശിച്ച് നന്നാക്കാനായിട്ട് സങ്കടം പറഞ്ഞു ചെന്നൊരു അമ്മയുടെ കഥയുണ്ട്. അറിയാമോ? കേട്ടിട്ടുണ്ടോ അതെവിടെയെങ്കിലും? അതായത് അമ്മ ഒരു മകനെയും കൂട്ടി ചെന്ന് അവിടുത്തെ ഒരു വലിയ പണ്ഡിതനായിട്ടുള്ളൊരു ഗുരുവാണ്. ആ ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, എൻ്റെ മകൻ ഭയങ്കരമായിട്ട് മധുരം കഴിക്കുന്നു, ഒരു മധുരം ഇല്ലാതെ അവന് പറ്റുന്നില്ല, അതൊരു ഹെൽത്തി ആയിട്ടുള്ള കാര്യമല്ലല്ലോ, ആരോഗ്യപരമായിട്ടുള്ള കാര്യമല്ല, അവനൊന്ന് ഉപദേശിക്കണം എന്ന് പറഞ്ഞു. ഗുരു പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, അടുത്ത ആഴ്ച വരാൻ പറഞ്ഞു. പണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗവൺമെൻറ് ഓഫീസിൽ ചെല്ലുമ്പോൾ പറയാറുള്ള പോലെ എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അടുത്ത ആഴ്ച വരാൻ പറഞ്ഞു. അപ്പോൾ അടുത്ത ആഴ്ച ചെന്നു. പറഞ്ഞു, ഇപ്പോൾ ഉപദേശിക്കാൻ പറ്റില്ല, എനിക്കൊരു 2 ആഴ്ച കൂടി കഴിഞ്ഞിട്ട് വരണം എന്ന് പറഞ്ഞു. വീണ്ടും ചെന്നപ്പോൾ പറഞ്ഞു, ഇല്ല, 1 മാസമെങ്കിലും എടുക്കും, കുറച്ചുകൂടി. 1 മാസം കഴിഞ്ഞ് വീണ്ടും ചെന്നപ്പോൾ ഗുരു മകനെ വിളിച്ചെടുത്തിട്ട് പറഞ്ഞു, മകനെ, നീ മധുരം കഴിക്കരുത്, അത്ര നല്ലതല്ല. അപ്പം അമ്മ ചോദിച്ചു, അല്ല ഗുരു, ഇത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ, ഇതിന് എത്ര നാൾ എന്നെ നടത്തിയ? അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നല്ലപോലെ മധുരം കഴിക്കുമായിരുന്നു, ഞാൻ ആദ്യം നിർത്തിയിട്ട് വേണ്ടേ അത് നിങ്ങൾ ഉപദേശിച്ച് തന്നേക്കാനായിട്ട് എന്ന് പറഞ്ഞ പോലെ. ഗെയിമിങ്ങിനെ കുറിച്ച് അധികം അറിയാത്തതുകൊണ്ട്, അങ്ങനെ ഒരു ഏരിയയിൽ പരിചയമില്ലാത്തതുകൊണ്ട് എനിക്ക് അവനെ ഉപദേശിക്കാൻ പറ്റിയില്ല. അവനോട് ഞാൻ അന്ന് പറഞ്ഞൊരൊറ്റ കാര്യമേ ഉള്ളൂ, നീ ഗെയിം കളിക്കുമ്പോൾ ഗെയിം മാത്രം കളിക്കുക, വേറൊന്നും ചെയ്യരുത്. ഗെയിം കളിക്കുമ്പോൾ ഗെയിം മാത്രം കളിക്കുക. പക്ഷെ നിനക്ക് പഠിക്കണമല്ലോ, നിനക്ക് മാർക്ക് കിട്ടണം, നീ പഠിക്കും കൂടി വേണം. പഠിക്കാനുള്ള സമയത്ത് നീ പഠിക്കൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, ആ സമയത്ത് ഗെയിമിനെ കുറിച്ച് ആലോചിക്കരുത്. ഇവിടെ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് നമ്മുടെ വെൽബീയിങ്ങിന് കുറച്ച് കാര്യങ്ങളുണ്ട്. ഗെയിം കളിക്കുന്നതല്ല ഞാൻ പറയുന്നത്, നമ്മുടെ വെൽബീയിങ്ങിന് കുറച്ച് ഹോബീസ്. ഇപ്പോൾ ഒരു പടം വരയ്ക്കുന്ന ആൾക്കാർ, പാട്ട് പാടുന്ന ആൾക്കാർ, ഇപ്പോൾ ജിമ്മിൽ പോകുന്ന ആൾക്കാർ, ഡാൻസ് ചെയ്യുന്ന ആൾക്കാർ, നിങ്ങളുടെ ഹോബീസിലും കൂടി നർച്ചർ ചെയ്ത് കൊണ്ടുപോകണം. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക, ഒരു മെൻ്റൽ ബാലൻസ് നമുക്ക് കിട്ടത്തില്ല. സിനിമ കാണുന്ന ആൾക്കാർ സിനിമ കാണണം. ഞാൻ സിവിൽ സർവീസ് എക്സാം പ്രിപ്പറേഷൻ്റെ ഇടയ്ക്ക് ഇച്ചിരി ലോങ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്, 1 വർഷം, 1.5 വർഷം, 2 വർഷമൊക്കെ എടുക്കും. അപ്പം അങ്ങനെ ആ ഒരു പ്രിപ്പറേഷൻ്റെ ഇടയ്ക്കൊക്കെ ഇരിക്കുന്ന സമയത്ത് സിനിമകളോട് ഭയങ്കര ഒരു ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ സിനിമ റിലീസ് ചെയ്യുന്ന സിനിമയൊന്നും മിസ്സാക്കാറില്ല പരമാവധി, അത് കാണും. അപ്പം അത് കാണാനായിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയം ഏൺ ചെയ്യും. അതായത് 2.5 മണിക്കൂർ എനിക്ക് സിനിമ പോയി കാണുമ്പോൾ ഒരു 3-4 മണിക്കൂർ പോകണമെന്നുണ്ടെങ്കിൽ അത്രയും എഫർട്ട് എക്സ്ട്രാ ഇട്ടിട്ടുണ്ടായിരിക്കണം ആ വീക്കിൽ. അപ്പോൾ വീക്കെൻഡിൽ ഒരു സിനിമ കണ്ടാൽ കുഴപ്പമില്ല, എന്തുണ്ടാവില്ല, ആ ഗിൽട്ട് ഉണ്ടാവില്ല. ഇങ്ങനെ ഒരു ഓരോരുത്തരുടെയും യാത്ര ഡിഫറെൻ്റ് ആണ്. ഞാൻ ഈ പറഞ്ഞതുകൂടെ എൻ്റെ അനാലിസിസും എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് മാത്രമാണ്. അപ്പം നിങ്ങൾ ഓരോരുത്തരും ഇന്ന് സമ്മാനം മേടിക്കാൻ പോകുന്ന ഓരോരുത്തരും ഈ സമ്മാനത്തിലേക്ക്, റിസൾട്ടിലേക്ക് എത്തിയിട്ടുള്ള യാത്ര പല യാത്രകളാണ്.